ഹലോ ഓൾ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇമ്പാക്റ്റ് ഓഫ് അമേരിക്കൻ ആൻഡ് ഫ്രഞ്ച് റവല്യൂഷൻ, തോമസ് പെയിൻ, എഡ്മണ്ട് ബർഗ് എന്നുള്ളതാണ് പാഠഭാഗം. അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. എല്ലാ തര പീഡനങ്ങളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും മുക്തമായ ഒരു ജീവിതം നയിക്കാനുള്ള ആഗ്രഹമാണ് അമേരിക്കയിലെ 13 ബ്രിട്ടീഷ് കോളനികൾ സ്ഥാപിക്കാൻ കാരണമായത്. ഈ കോളനികളിൽ ഓരോന്നിനും ഒരു സ്വതന്ത്ര നിയമസഭയും ഇംഗ്ലണ്ടിലെ രാജാവ് നിയമിച്ച ഒരു ഗവർണറും ഉണ്ടായിരുന്നു. കോളനിക്കാർ പുതിയ ലോകത്ത് തങ്ങളെ തന്നെ സ്ഥാപിക്കാൻ കഠിനമായി പ്രയത്നിച്ചു. സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ ശക്തമായ ഒരു സ്വതന്ത്ര മനോഭാവം വികസിച്ചു. 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെ പുറം ലോകവുമായുള്ള അവരുടെ വ്യാപാരത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് സഹിക്കാൻ അമേരിക്കൻ കോളനിക്കാർ തയ്യാറായില്ല. കോളനികൾ മാതൃരാജ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ള കാഴ്ചപ്പാട് ബ്രിട്ടനിൽ നിലനിർത്തി പോന്നു. അടുത്തതായിട്ട് പറയാനുള്ളത് നാവിഗേഷൻ ആക്ട് എന്നുള്ളതാണ്. കോളനിവാസികളെ പ്രകോപിപ്പിച്ച ഒരു കാര്യം നാവിഗേഷൻ നിയമമാണ്. കോളനികളിലേക്കും തിരിച്ചുമുള്ള എല്ലാ ചരക്കുകളും ഇംഗ്ലീഷ് കപ്പലുകളിൽ കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. ആദ്യം ഇംഗ്ലണ്ടിൽ ഇറങ്ങാതെ വിദേശ വസ്തുക്കൾ കോളനിയിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ കയറ്റുമതി ചെയ്യാൻ കഴിയില്ലായിരുന്നു. കൂടാതെ ഇംഗ്ലീഷ് വ്യവസായവുമായി മത്സരിക്കാൻ കഴിയുന്ന തൊപ്പികൾ, കമ്പിളി വസ്തുക്കൾ അല്ലെങ്കിൽ ഇരുമ്പ് സാധനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിൽ നിന്ന് കോളനിവാസികൾക്ക് വിലക്കുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങളോളം ഈ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നില്ല. ഇത് ധാരാളം കള്ളക്കടത്ത് അവസരങ്ങൾ അനുവദിച്ചു. എന്നിരുന്നാലും ജോർജ് മൂന്നാമൻ്റെ കാലത്ത് വ്യാപാര നിയമങ്ങൾ ലംഘിക്കുന്ന ആളുകൾക്ക് വേണ്ടി വിചാരണയ്ക്കായി പ്രത്യേക കോടതികൾ സ്ഥാപിക്കപ്പെട്ടു. കോളനിക്കാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ 7 വർഷത്തെ യുദ്ധം അഥവാ 7 years of war 1756 മുതൽ 1763 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്നു. സാമ്പത്തിക ബാധ്യത വഹിക്കാൻ കോളനിക്കാർ സഹായിക്കുമെന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് വിശ്വസിച്ചു. ഇത് 1765 പ്രധാനമന്ത്രി ജോർജ് ഗ്രീൻവിൽ പാർലമെൻറ്റിൽ സ്റ്റാമ്പ് ആക്ട് പാസ്സാക്കുന്നതിലേക്ക് നയിച്ചു. എല്ലാ രേഖകളിലും ലൈസൻസുകളിലും വിൽപത്രങ്ങളിലും സ്റ്റാമ്പ് ആക്ട് പതിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അത് നിയമസാധുതയുള്ളതായി കണക്കാക്കപ്പെടുകയുള്ളൂ. ഈ നിയമം കോളനിവാസികൾക്കിടയിൽ വ്യാപകമായ രോക്ഷത്തിന് കാരണമായി. നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസം കോളനിവാസികൾ ന്യൂ ഇംഗ്ലണ്ടിലെ തെരുവുകളിൽ സ്റ്റാമ്പുകൾ കത്തിച്ചു, കടകൾ അടച്ചും പള്ളിമണികൾ അടിച്ചും പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടിയും പ്രതിഷേധിച്ചു. കോളനിവാസികൾക്ക് സഭയിൽ പ്രാതിനിധ്യമില്ലാത്തതിനാൽ പാർലമെൻറ്റിന് നികുതി ചുമത്താൻ അവകാശമില്ലെന്ന് ഒരു അമേരിക്കൻ അഭിഭാഷകൻ വാദിച്ചു. ഈ വാദം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന ജനപ്രിയ മുദ്രാവാക്യം രൂപപ്പെടാൻ കാരണമായി. ഇംഗ്ലണ്ടിലെ വില്യം പിറ്റ് ഉൾപ്പെടെയുള്ള ഏതാനും വ്യക്തികൾ സ്ഥിതിഗതിയുടെ ഗൗരവം തിരിച്ചറിയുകയും സ്റ്റാമ്പ് നിയമം പിൻവലിക്കാൻ പാർലമെൻറ്റിനെ പ്രേരിപ്പിക്കുകയും 1766 ഈ നിയമം പിൻവലിക്കുകയും ചെയ്തു. 1767 പേപ്പർ, പെയിൻറ്, ഗ്ലാസ്, ചായ എന്നിവയിൽ ഒരു പുതിയ നികുതി അവതരിപ്പിച്ചു. 1769 റോഡ് ഐലൻഡിലെ ഒരു ജനക്കൂട്ടം ബ്രിട്ടീഷ് റവന്യൂ കപ്പൽ കത്തിച്ചു. 1770 ലോർഡ് നോർത്ത് 1770 മുതൽ 1782 വരെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഈ ലോർഡ് നോർത്ത് ചായ ഒഴികെയുള്ള എല്ലാ വസ്തുക്കളുടെയും നികുതി റദ്ദാക്കി. ഗവൺമെൻറ്റിൻ്റെ ഈയൊരു ബലഹീനത ജനങ്ങൾ മുതലെടുത്തു. ബോസ്റ്റണിലെ സൈനികർ എല്ലാ തരം അപമാനങ്ങൾക്കും ഇരയായി. 1770 ഒരു ശീതകാല ദിനത്തിൽ സൈനികർ പ്രകടനം നടത്തിയ ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കുകയും 5 പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. അമേരിക്കൻ പത്രങ്ങൾ ഇതിനെ ബോസ്റ്റൺ കൂട്ടക്കൊല അഥവാ ബോസ്റ്റൺ മസാക്കർ എന്ന് വിളിച്ചു. കോളനികളിൽ കുടിച്ച ചായയിൽ ഭൂരിഭാഗവും കള്ളക്കടത്തിനായി എത്തിച്ച ഡച്ച് ചായ ആയിരുന്നു. 1773 ഗ്രേറ്റ് ബ്രിട്ടനിലേക്കുള്ള ചായയുടെ മുഖ്യ ഇറക്കുമതിക്കാരായ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൈവശം വൻതോതിൽ തേയില ഉണ്ടായിരുന്നു. ലോർഡ് നോർത്ത് കമ്പനിയെ അമേരിക്കയിൽ ചായ വിൽക്കാൻ അനുവദിച്ചു. കടത്തുന്ന ചായയേക്കാൾ ഈ ചായയ്ക്ക് വില കുറവായിരുന്നുവെങ്കിലും അമേരിക്കക്കാർ തങ്ങളുടെ കച്ചവടത്തിലെ ഇടപെടലായി കണക്കാക്കി.
അങ്ങനെ കമ്പനിയുടെ ചായയുമായി കപ്പലുകൾ ബോസ്റ്റണിൽ എത്തിയപ്പോൾ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച നാട്ടുകാർ കപ്പലിൽ കയറി ചായ കടലിലേക്ക് എറിഞ്ഞു. ഈ സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെട്ടു. ജോർജിയ എന്ന് പറയുന്ന കോളനി ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കോളനികളിലെയും പ്രതിനിധികൾ അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1774 ഫിലാഡൽഫിയയിൽ വെച്ച് കണ്ടുമുട്ടി. ഇതിനെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്ന് വിളിക്കപ്പെടുന്നു. അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്നുള്ളത് ഒരു സാധാരണ സൈന്യം ഇല്ലായിരുന്നു എന്നതാണ്. അതിനാൽ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775 ഫിലാഡൽഫിയയിൽ യോഗം ചേരുകയും ജോർജ് വാഷിങ്ടണുമായി കമാൻഡർ ഇൻ ചീഫായിട്ട് ഒരു സൈന്യം സംഘടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒട്ടനവധി വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ അമേരിക്കൻ കോളനികളുടെ ഭാഗത്തു നിന്നുണ്ടായി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് തുടങ്ങിയുള്ള ഒട്ടനവധി പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. 1783 ഒപ്പുവച്ച സമാധാന ഉടമ്പടി പ്രകാരം ജോർജ് മൂന്നാമൻ അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അങ്ങനെ എന്നേക്കുമായിട്ട് അമേരിക്കൻ കോളനികൾ സ്വതന്ത്രമായി. അമേരിക്കൻ കോളനിക്കാരുടെ കൂട്ടമായ പ്രവർത്തന ഫലമായിട്ട് അവർ എന്നേക്കും സ്വതന്ത്രരാകപ്പെട്ടു. ഈ അമേരിക്കൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവകാരികൾ അടുത്ത 6 വർഷം ഫ്രഞ്ച് വിപ്ലവം തന്നെ നടത്തുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം. 1780കളിൽ ഫ്രാൻസിലെ ജനസംഖ്യ ഏകദേശം 2,47,00,000 അതിനെ 3 എസ്റ്റേറ്റുകളാക്കി വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യ എസ്റ്റേറ്റായിരുന്ന റോമൻ കത്തോലിക്ക പുരോഹിതന്മാർ ഏകദേശം 10,000 ഉണ്ടായിരുന്നു. 10,000 പുരോഹിതന്മാർ ഏകദേശം ഒന്നാം എസ്റ്റേറ്റിലുണ്ടായിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റോ പ്രഭുക്കന്മാരായിരുന്നു. മൂന്നാമത്തെ എസ്റ്റേറ്റോ മധ്യവർഗം അഥവാ എസ്റ്റേറ്റിൽ വ്യാപാരികൾ, അഭിഭാഷകർ, തൊഴിലാളികൾ, കർഷകർ എന്നിവർ ഉൾപ്പെട്ടു. ഇവിടെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ മൊത്തം ജനസംഖ്യയുടെ 98%, 98% മധ്യവർഗത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ എസ്റ്റേറ്റിനെ ഉന്നത സ്ഥാപനങ്ങളിൽ നിന്നും രാഷ്ട്രീയ അധികാരങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും മറ്റ് എസ്റ്റേറ്റുകൾ അവരെ അവജ്ഞതയോടെ കാണുകയും ചെയ്തു. ഈ എസ്റ്റേറ്റ് വിഭജനത്തോടെ രൂപപ്പെട്ട നീരസമാണ് 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കമിടാൻ കാരണമായത്. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ ആശയലോകത്ത് ആധിപത്യം പുലർത്തിയ ഒരു ഭൗതികവും ദാർശനികവുമായ പ്രസ്ഥാനമായിരുന്നു ജ്ഞാനോദയയുഗം അഥവാ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. ജോൺ ലോക്ക്, തോമസ് പെയിൻ, റൂസോ, മോണ്ടസ്ക്യൂ തുടങ്ങിയ ജ്ഞാനോദയ തത്വചിന്തകർ രാജാവിൻ്റെ പരമ്പരാഗത സമ്പൂർണ്ണ അധികാരത്തെയും എസ്റ്റേറ്റ് സമ്പ്രദായം പോലുള്ള സമൂഹത്തിൻ്റെ വിഭജനത്തെയും ചോദ്യം ചെയ്തു. മാത്രവുമല്ല, അമേരിക്കൻ ബ്രിട്ടീഷ് സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലൂയി 16 തങ്ങളുടെ സൈന്യത്തെ അമേരിക്കയുടെ കൂടെ വിന്യസിപ്പിച്ചു. യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചെങ്കിലും കാര്യമായ നേട്ടമൊന്നും ഫ്രഞ്ചിനുണ്ടായില്ല. ഇത് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ വഷളാക്കുകയും അതിനെ പാപ്പരത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തു. 1783 ജൂണിൽ ലാക്കി അഗ്നിപർവ്വതം യൂറോപ്പിലെ അന്തരീക്ഷത്തിലേക്ക് പൊട്ടിത്തെറിക്കുകയും ഉയർന്ന അഗ്നിപർവ്വത ചാരം വമിക്കുകയും ചെയ്തു. ഇത് 1784 യൂറോപ്പിൽ കടുത്ത ശൈത്യവും തുടർന്ന് വേനൽക്കാലവും രൂപപ്പെടുകയും അത് കടുത്ത വരൾച്ചയ്ക്കും ക്ഷാമത്തിനും കാരണമാവുകയും ചെയ്തു. ഇത് കർഷകരെ വളരെയധികം ബാധിച്ചു. മോശം വിളവെടുപ്പ് കാരണം മാവിൻ്റെ വില ഗണ്യമായി വർദ്ധിച്ചത് ഫ്രാൻസിലെ സ്ഥിതി കൂടുതൽ വഷളാക്കി. ഇത് ബ്രെഡിൻ്റെ വില ഉയർത്തി. ഒട്ടുമിക്ക ഫ്രഞ്ച് പൗരന്മാരുടെയും പ്രധാന ഭക്ഷണമായിരുന്ന ബ്രെഡ് ഫ്രാൻസിലെ തൊഴിലാളികൾ അവരുടെ ദൈനംദിന വരുമാനത്തിൻ്റെ 90% റൊട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെന്ന് ചരിത്രകാരന്മാർ കണക്കാക്കുന്നുണ്ട്. ലൂയി 16 ധാന്യ വിപണിയുടെ നിയന്ത്രണം എടുത്തുകളഞ്ഞെങ്കിലും അത് ബ്രെഡ് വിലയിൽ കൂടുതൽ വർധനവിന് കാരണമായി. ഭക്ഷ്യപ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാത്ത രാജാവിനോട് സാധാരണ ഫ്രഞ്ച് പൗരന്മാർ നീരസം പ്രകടിപ്പിച്ചു. ആദ്യം ലൂയി 15 പിന്നീട് ലൂയി 16 ആഡംബരങ്ങൾക്കായുള്ള അമിതമായ ചെലവ് രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ സങ്കീർണമാക്കുകയും വിപ്ലവത്തിന് പിന്നിലെ പ്രാഥമിക കാരണങ്ങളിലൊന്നായി തീരുകയും ചെയ്തു. ഉദാഹരണത്തിന് 17-18 നൂറ്റാണ്ടുകളിൽ വേഴ്സായ് കൊട്ടാരത്തിൻ്റെ നിർമ്മാണവും പുനർനിർമ്മാണവും രാജ്യത്തിന് വലിയ ചിലവ് വരുത്തി. ഫ്രഞ്ച് വാഴ്ചയുടെ ഈ വലിയ ചെലവുകൾ ജനങ്ങളുടെ ഇടയിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. ഇത് ദേശീയ അശാന്തിയിലേക്കും ആത്യന്തികമായ വിപ്ലവത്തിലേക്കും നയിച്ചു.
അങ്ങനെ ഫ്രാൻസിലെ സാധാരണ ജനങ്ങൾ അവിടുത്തെ രാജവാഴ്ചക്കെതിരെ ശക്തമായി പോരാടി. ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം ഒരുപാട് ഇംഗ്ലീഷ് എഴുത്തുകാർക്ക് വളരെയധികം പ്രചോദനമേകി. ഫ്രഞ്ച് വിപ്ലവത്തോടെ ഇംഗ്ലീഷ് സാഹിത്യ ചരിത്രം ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചു. ഇംഗ്ലീഷ് റൊമാൻസിസത്തെ ഒരു സുപ്രധാന രാഷ്ട്രീയ സംഭവത്തിൻ്റെ ഒരു ഉപോൽപ്പന്നമായി നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ. എഫക്ട്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ലൂയി 14 പോലെയുള്ള സ്വേച്ഛാധിപതികളാണ് ഫ്രാൻസ് വർഷങ്ങളോളം ഭരിച്ചിരുന്നത്. സാധാരണക്കാരുടെ ക്ഷേമം ശ്രദ്ധിക്കാതെ രാജാക്കന്മാർ അവരുടെ ഇഷ്ടം പോലെ രാജ്യം ഭരിച്ചു. സ്വേച്ഛാധിപതികളായ രാജാക്കന്മാരുടെ ഈ ഒരു ഭരണഫലമായിക്കൊണ്ട് രാജ്യത്തുടനീളം പട്ടിണിയും കഷ്ടപ്പാടുകളും ഉണ്ടായി. ലൂയി 16 രാജാവിൻ്റെയും രാജ്ഞിയുടെയും വധശിക്ഷ തുടർന്നുള്ള ഭീകരവാഴ്ച അവസാനിച്ചത് 1804 മെയ് മാസത്തിൽ നെപ്പോളിയൻ ചക്രവർത്തിയായപ്പോൾ മാത്രമായിരുന്നു. 1793 ഇംഗ്ലണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായി. കാരണം ഫ്രഞ്ച് വിപ്ലവകാരികൾ ഫ്രഞ്ച് മാതൃക പിന്തുടരാനും സ്വന്തം രാജാക്കന്മാരെ അട്ടിമറിക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യത്തെയും സഹായിക്കാമെന്നും വാഗ്ദാനം ചെയ്തു. 1815 വാട്ടർലൂ യുദ്ധത്തിൽ വെല്ലിംഗ്ടൺ പ്രഭു നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നതുവരെ യുദ്ധം തുടർന്നു. 20 വർഷത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധം ഇംഗ്ലണ്ടിൽ ശക്തമായ സ്വാധീനം ചെലുത്തി. ഏറ്റവും പ്രധാനപ്പെട്ടതും പെട്ടെന്ന് സംഭവിച്ചതുമായ ഫലം വലിയ ദേശീയ കടമായിരുന്നു. യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ചിലവ് ഏകദേശം 100 കോടി പൗണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. 19 ദശലക്ഷം ആളുകൾ അടങ്ങുന്ന രാഷ്ട്രത്തിന് പ്രതിവർഷം ഒരു വലിയ തുക പലിശയായി നൽകേണ്ടി വന്നു. 1815 നികുതിയിലൂടെ മാത്രം രാജ്യത്തിന് 7,40,00,000 പൗണ്ട് സ്വരൂപിക്കേണ്ടി വന്നു. യുദ്ധത്തെ തുടർന്നുണ്ടായ സമാധാനം കൽക്കരിയുടെയും ഇരുമ്പിൻ്റെയും വിലയിൽ ഇടിവിന് കാരണമായി. ഇത് ഈ വ്യവസായശാലയിൽ ജോലി ചെയ്യുന്ന നിരവധി പുരുഷന്മാർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടാൻ വരെ കാരണമായി. സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതിനു ശേഷം യുദ്ധത്തിൽ നേരിട്ട് ഏർപ്പെട്ടിരുന്ന ഏകദേശം 1,00,000-ഓളം സൈനികരും നാവികരും മറ്റുള്ളവരും സജീവമായ സേവനത്തിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടതിന് തൊഴിലില്ലായ്മയെ ഇരട്ടിയാക്കി. അങ്ങനെ തൊഴിലില്ലായ്മ പ്രശ്നം മുമ്പത്തേക്കാൾ വളരെ രൂക്ഷമായി. ഫ്രഞ്ച് വിപ്ലവം നിരവധി ഇംഗ്ലീഷ് എഴുത്തുകാർക്ക് പ്രചോദനമായി. അവരുടെ ഏറ്റവും അറിയപ്പെടുന്ന ചില കൃതികൾ സൃഷ്ടിക്കാൻ വരെ ഇത് അവരെ സ്വാധീനിച്ചു. അത്തരത്തിലുള്ള ഒരു എഴുത്തുകാരനായിരുന്നു എഡ്മണ്ട് ബെർക്ക്. ഈ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിനെതിരെ എഡ്മണ്ട് ബെർക്ക് വളരെയധികം സമർത്ഥമായിട്ട് തന്നെ ഒരുപാട് എഴുതിക്കൂട്ടി. തൻ്റെ സാഹിത്യ കഴിവിലൂടെ എഡ്മണ്ട് ബെർക്ക് അമേരിക്കൻ വിപ്ലവത്തിനും ഫ്രഞ്ച് വിപ്ലവത്തിനും ഒരുപാട് കാര്യങ്ങൾ എഴുതിക്കൂട്ടി, ഒരുപാട് സംഭാവനകൾ സമർപ്പിച്ചു. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ഇത്തരത്തിലുള്ള വിപ്ലവങ്ങൾക്ക് വേണ്ടി എഡ്മണ്ട് ബെർക്ക് മാറ്റിവെച്ചു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഫ്രണ്ട്സുകളിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.